ദൈവം ലോകത്തെ തീകൊണ്ട് ന്യായം വിധിക്കുമ്പോൾ അവിടുന്ന് മനുഷ്യർക്ക് എങ്ങനെ രക്ഷയുടെ വഴി തുറക്കും? ഇന്ന് 2 ന്യായവിധികളും പെസഹയും എന്ന ഉപദേശത്തിലൂടെ ദൈവവചനം പഠിച്ച് ബൈബിളിലൂടെ ഈ രക്ഷാമാർഗം സ്ഥിരീകരിച്ച് അതനുസരിച്ച് വിശ്വസ്തയോടെ നടക്കാൻ നമുക്കെല്ലാവർക്കും സാധിക്കട്ടെ. 2 ന്യായവിധികൾ എന്നത് ദൈവം ആദ്യം വെള്ളത്താൽ ലോകത്തെ ന്യായം വിധിച്ച നോഹയുടെ കാലത്തെ ജലപ്രളയത്തെയും രണ്ടാമതായി അവസാന നാളുകളിൽ തീകൊണ്ട് ലോകത്തെ വീണ്ടും ന്യായം വിധിക്കുന്നതിനെയും സൂചിപ്പിക്കുന്നു. ബൈബിളിൽ രേഖപ്പെടുത്തിയ ഈ സത്യങ്ങൾ നിങ്ങൾക്കെല്ലാവർക്കും അറിയാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ലോകം എന്തിന് വിധിക്കപ്പെടും? ദൈവം ലോകത്തെ ന്യായം വിധിച്ച കാലങ്ങളെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാം. നോഹയുടെ കാലം, സൊദോം ഗൊമോറയുടെ കാലം, അവസാന നാളുകൾ. ഈ കാലങ്ങൾക്കെല്ലാം പൊതുവായി എന്താണുള്ളത്? ഈ കാലങ്ങളിലെല്ലാം ജനങ്ങൾ മത്സരികളും ദൈവത്തിൽ നിന്നകന്നവരും ദുഷ്ടരും അധാർമികരുമായിരുന്നു. അക്കാലത്ത് ഇങ്ങനെയൊരു സാമൂഹികാവസ്ഥയായിരുന്നു. നോഹയുടെ കാലത്തും സൊദോം ഗൊമോറയുടെ കാലത്തും അവസാന നാളുകളിലും നമ്മുടെ ശത്രുവായ പിശാച് ജനങ്ങളെ ദൈവത്തിൽ നിന്നകറ്റാൻ ദുഷ്ടതന്ത്രങ്ങൾ ഉപയോഗിക്കുന്നുവെന്ന സത്യം ഇന്ന് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കട്ടെ. 2 ന്യായവിധികളും പെസഹയും എന്ന ഉപദേശത്തിൻ കീഴിൽ എബ്രായർ അധ്യായം 11 വാക്യം 6 നിന്ന് നമുക്ക് ദൈവവചന പഠനം ആരംഭിക്കാം. എബ്രായർ അധ്യായം 11 വാക്യം 6 നമുക്ക് നോക്കാം. എന്നാൽ വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിപ്പാൻ കഴിയുന്നതല്ല. സുവിശേഷ പാതയിൽ നാം ലോകത്താൽ നിരന്തരം സ്വാധീനിക്കപ്പെടുന്നു. ചുറ്റുമുള്ളവരുടെ ചിന്താരീതി, ജീവിതശൈലി, സമൂഹത്തിലെ ആചാരങ്ങൾ എന്നിവയുമായി നാം വളരെ എളുപ്പത്തിൽ ഇഴുകിച്ചേരുന്നു. നമ്മെ ഒരു പുതിയ സൃഷ്ടിയാക്കി മാറ്റാൻ ദൈവം നിരന്തരം പ്രവർത്തിക്കുന്നു. നിങ്ങൾ ഇങ്ങനെയുള്ളവരായിരിക്കണം എന്നൊരു ഹിതവും ആഗ്രഹവും അവിടത്തേക്ക് നമ്മെക്കുറിച്ചുണ്ട്. എങ്കിലും നാം പലപ്പോഴും ലോകത്താൽ സ്വാധീനിക്കപ്പെടുന്നു. എന്നാൽ വിശ്വാസത്താൽ ഈ സ്വാധീനങ്ങളെല്ലാം നമുക്ക് മറികടക്കാനാകും. എന്നാൽ നമുക്ക് വിശ്വാസമില്ലെങ്കിൽ നമ്മുടെ ആത്മീയ ജീവിതം എവിടേക്ക് ഒഴുകി നീങ്ങും? നമ്മുടെ ഹൃദയം എങ്ങോട്ട് തിരിയും? നാം അനിവാര്യമായും ലോകത്തിലേക്ക് നോക്കി ലോകരെല്ലാം ഇങ്ങനെയാണല്ലോ ചെയ്യുന്നത് എന്ന് ചിന്തിക്കും. അപ്പോൾ ദൈവം ആഗ്രഹിക്കുന്ന വീണ്ടും ജനനത്തിന്റെ ജീവിതം നയിക്കുന്നത് പ്രയാസകരമായി തീരുന്നു. ലൗകിക സ്വാധീനങ്ങളെ പ്രതിരോധിക്കാൻ നമ്മെ സഹായിക്കുന്നത് വിശ്വാസമാണ്. കാരണം അത് നമ്മുടെ ജീവിത ലക്ഷ്യം ദൈവരാജ്യത്തിൽ ഉറപ്പിക്കുന്നു. ശരിയല്ലേ? നമുക്ക് തുടരാം. എന്നാൽ വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിപ്പാൻ കഴിയുന്നതല്ല. ദൈവത്തിന്റെ അടുക്കൽ വരുന്നവൻ ദൈവം ഉണ്ട് എന്നും തന്നെ അന്വേഷിക്കുന്നവർക്ക് പ്രതിഫലം കൊടുക്കുന്നു എന്നും വിശ്വസിക്കേണ്ടതല്ലോ. വിശ്വാസത്താൽ നോഹ അതുവരെ കാണാത്തവയെക്കുറിച്ച് അരുളപ്പാടുണ്ടായിട്ട് ഭയഭക്തി പൂണ്ട് തന്റെ കുടുംബത്തിന്റെ രക്ഷയ്ക്കായിട്ട് ഒരു പെട്ടകം തീർത്തു. അതിനാൽ അവൻ ലോകത്തെ കുറ്റം വിധിച്ച് വിശ്വാസത്താലുള്ള നീതിക്ക് അവകാശിയായി തീർന്നു. വിശ്വാസത്താൽ നോഹ അതുവരെ കാണാത്തവയെക്കുറിച്ച് അരുളപ്പാടുണ്ടായിട്ട് ഭയഭക്തി പൂണ്ട് തന്റെ കുടുംബത്തിന്റെ രക്ഷയ്ക്കായിട്ട് ഒരു പെട്ടകം തീർത്തു എന്നു പറയുന്നു. എല്ലാവരും ഇതുവരെ കണ്ടിട്ടില്ലാത്ത കാര്യങ്ങളിൽ വിശ്വസിക്കുക എന്നത് എളുപ്പമുള്ള കാര്യമാണോ? ലോകം മുഴുവൻ വെള്ളത്താൽ മൂടപ്പെട്ട ഒരു രംഗം സങ്കൽപ്പിക്കുക. ഇന്നുവരെ നമ്മിൽ ആരും കണ്ടിട്ടില്ലാത്ത ഒന്നാണിത്. നോഹയുടെ കാലത്ത് ലോകം മുഴുവൻ ജലപ്രളയത്തിൽ മുങ്ങി. അത് സങ്കൽപ്പിക്കാനാകുമോ? അക്കാലത്ത് അങ്ങനെയൊന്ന് അചിന്തനീയമായിരുന്നു. അതുകൊണ്ട് എബ്രായർ അധ്യായം 11 ഇതിനെ ഇതുവരെ കാണാത്ത കാര്യങ്ങൾ എന്ന് പറയുന്നു. അതുപോലെ ദൈവം ലോകത്തെ പൂർണ്ണമായി തീ കൊണ്ട് ന്യായം വിധിക്കുന്ന ഭാവി സംഭവവും നാം ഒരിക്കലും കണ്ടിട്ടില്ലാത്ത ഒന്നാണ്. ലോകം മുഴുവൻ അഗ്നിക്കിരയാകും. അത് സങ്കല്പിക്കാനാവാത്ത ഒരു കാഴ്ചയല്ലേ? എങ്കിലും നോഹ അത് വിശ്വസിച്ചു എന്ന് തിരുവെഴുത്തിൽ പറയുന്നു. വിശ്വസിച്ച ശേഷം അദ്ദേഹം എന്താണ് ഒരുക്കിയത്? ദൈവം കൽപ്പിച്ചതുപോലെ തന്നെ അദ്ദേഹം പെട്ടകം ഒരുക്കി.
നമുക്ക് ഉൽപ്പത്തി അധ്യായം 6 വാക്യം 9 നോക്കാം. ഉൽപ്പത്തി അധ്യായം 6 വാക്യം 9. നോഹയുടെ വംശപാരമ്പര്യം എന്തെന്നാൽ നോഹ നീതിമാനും തന്റെ തലമുറയിൽ നിഷ്കളങ്കനുമായിരുന്നു. നോഹ ദൈവത്തോടുകൂടെ നടന്നു. ഷേം, ഹാം, യാഫെത്ത് എന്ന 3 പുത്രന്മാരെ നോഹ ജനിപ്പിച്ചു. ലോകത്തിന്റെ അവസ്ഥ എന്തായിരുന്നു? എന്നാൽ ഭൂമി ദൈവത്തിന്റെ മുമ്പാകെ വഷളായി. ഭൂമി അതിക്രമം കൊണ്ട് നിറഞ്ഞിരുന്നു. ധാർമ്മികതയുടെയും നീതിശാസ്ത്രത്തിന്റെയും കാര്യത്തിൽ ലോകം മുഴുവൻ അത്യധികം ദുഷ്ടവും ദുഷിപ്പുള്ളതുമായി തീർന്നു. നമുക്ക് 12-ാം വാക്യം നോക്കാം. ദൈവം ഭൂമിയെ നോക്കി, അത് വഷളായി എന്നു കണ്ടു. സകല ജഡവും ഭൂമിയിൽ തന്റെ വഴി വഷളാക്കിയിരുന്നു. ദൈവം നോഹയോട് കൽപ്പിച്ചതെന്തെന്നാൽ, സകല ജഡത്തിന്റെയും അവസാനം എന്റെ മുമ്പിൽ വന്നിരിക്കുന്നു. ഭൂമി അവരാൽ അതിക്രമം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. ഞാൻ അവരെ ഭൂമിയോടുകൂടെ നശിപ്പിക്കും. നീ ഗോഫർ മരം കൊണ്ട് ഒരു പെട്ടകമുണ്ടാക്കുക. പെട്ടകത്തിന് അറകളുണ്ടാക്കി അകത്തും പുറത്തും കീൽ തേക്കേണം. ഈ വാക്കുകളാൽ പെട്ടകമൊരുക്കുവാനും ശുദ്ധവും അശുദ്ധവുമായ മൃഗങ്ങളെ വേർതിരിച്ച് ഓരോ ഇണയെ വീതം അതിൽ കയറ്റുവാനും ദൈവം നോഹയോട് കൽപ്പിച്ചു. നമുക്ക് വാക്യം 21 തുടരാം. നീയോ സകല ഭക്ഷണ സാധനങ്ങളിൽ നിന്നും വേണ്ടുന്നത് എടുത്ത് സംഗ്രഹിച്ചുകൊള്ളണം. അതു നിനക്കും അവയ്ക്കും ആഹാരമായിരിക്കണം. ദൈവം തന്നോട് കൽപ്പിച്ചതൊക്കെയും നോഹ ചെയ്തു. അങ്ങനെ തന്നെ അവൻ ചെയ്തു. ദൈവം ലോകത്തെ വെള്ളത്താൽ എങ്ങനെ വിധിക്കുമെന്ന് സങ്കൽപ്പിക്കാനാവാത്ത സാഹചര്യത്തിലും ദൈവം കൽപ്പിച്ചതെല്ലാം നോഹ വിശ്വസ്തയോടെ നിറവേറ്റി. ശമര്യയിലും ഭൂമിയുടെ അറ്റത്തോളവും സുവിശേഷം പ്രസംഗിക്കുക എന്ന ദൈവകൽപ്പനയോടുള്ള നമ്മുടെ ഇന്നത്തെ അനുസരണവും ഇതേ തത്വമാണ് പിൻപറ്റുന്നത്. ഇന്ന് നാം ജീവിക്കുന്നത് ദുഷ്ടരും വ്യഭിചാരികളുമായ ഒരു തലമുറയിലാണ്. എന്നിരുന്നാലും അത്തരമൊരു ലോകത്തിനിടയിലും ദൈവം തന്റെ പ്രിയപ്പെട്ട മക്കളെ രക്ഷിക്കാൻ പ്രവർത്തിക്കുന്നു. ദൈവം ജലപ്രളയത്തിനു മുമ്പ് പെട്ടകമൊരുക്കിയതുപോലെ ഈ അന്ത്യകാലത്ത് സകലർക്കും പ്രവേശിക്കാൻ അവിടുന്ന് സിയോൻ ഒരുക്കിയിരിക്കുന്നു. ഇത് ലോകമെമ്പാടും അറിയിക്കാനുള്ള വിലയേറിയ ദൗത്യം അവിടുന്ന് നമ്മെ ഏൽപ്പിച്ചില്ലേ? ഇന്നത്തെ വചനത്തിൽ നിന്ന് നാം ഗ്രഹിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതാണ്. നോഹ അതുവരെ കണ്ടിട്ടില്ലാത്ത കാര്യങ്ങളായിരുന്നിട്ടും അദ്ദേഹം ദൈവവചനം അതേപടി വിശ്വസിക്കുകയും കൽപ്പിച്ചതുപോലെ സകലവും അനുഷ്ഠിക്കുകയും ചെയ്തു. അതുപോലെ ലോകം മുഴുവൻ തീയാൽ വിധിക്കപ്പെടുന്നതും നാം ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഒരു സംഭവമാണ്. അതുകൊണ്ടാണ് നോഹയെപ്പോലെ നാമും ഈ യുഗത്തിൽ നമ്മുടെ രക്ഷയ്ക്കായി ഒരുങ്ങേണ്ടത്. സകല ജനതകളെയും സിയോനിലേക്ക് മടങ്ങിവരുവാൻ നാം മാറണം. ഇന്നത്തെ സന്ദേശത്തിന്റെ തലക്കെട്ട് 2 ന്യായവിധികളും പെസഹയും എന്നാകുന്നു. ഈ 2 ന്യായവിധികളുടെയും സാഹചര്യങ്ങൾ വളരെ സമാനമാണെന്ന് നമുക്ക് കാണാൻ കഴിയും. നമുക്ക് 2 പത്രോസ് 3-ാം അധ്യായം 6-ാം വാക്യം പരിശോധിക്കാം. 2 പത്രോസ് 3 അധ്യായം 6 വാക്യം. അതിനാൽ അന്നുള്ള ലോകം ജലപ്രളയത്തിൽ മുങ്ങി നശിച്ചുവെന്നും ഇത് നോഹയുടെ കാലത്തെക്കുറിച്ചുള്ള വിശദീകരണമാണ്. ഇപ്പോഴത്തെ ആകാശവും ഭൂമിയും അതേ വചനത്താൽ ദൈവം ലോകത്തെ വെള്ളത്താൽ ന്യായം വിധിച്ചപ്പോൾ നൽകിയ വാക്ക് അവിടുത്തെ വചനമായിരുന്നു. ഈ ലോകത്തെ തീ കൊണ്ട് ന്യായം വിധിക്കുമെന്നുള്ള അവിടുത്തെ പ്രഖ്യാപനവും അവിടുത്തെ വചനത്താലാണ്. തീക്കായി സൂക്ഷിച്ചും ന്യായവിധിയും ഭക്തികെട്ട മനുഷ്യരുടെ നാശവും സംഭവിപ്പിക്കാനുള്ള ദിവസത്തേക്ക് കാത്തുമിരിക്കുന്നു. ആത്യന്തികമായി നോഹയുടെ കാലത്തെ പോലെ ഈ ലോകത്തിലെ ഭക്തികെട്ടവരെല്ലാം ന്യായവിധിക്ക് വിധേയരാകും. അതിനാൽ അവരുടെ പ്രവൃത്തികൾ അനുകരിക്കുകയോ ജീവിതരീതി പിന്തുടരുകയോ ചെയ്യേണ്ട യാതൊരാവശ്യവും നമുക്കില്ല.
ലോകം മുഴുവൻ അങ്ങനെ ചെയ്യുന്നു, അതുകൊണ്ട് കുഴപ്പമില്ലല്ലോ എന്ന് നാം പറയരുത്. എല്ലാത്തിനും നമ്മുടെ മാനദണ്ഡം എപ്പോഴും ദൈവമായിരിക്കണം. അവിടുന്ന് ഇതെങ്ങനെ കാണുന്നു എന്ന് ചോദിക്കണം. അപ്പോൾ മാത്രമേ ശരിയായ വിശ്വാസത്താൽ അന്ത്യത്തോളം വിശ്വസ്തരായിരിക്കാനും നോഹയ്ക്ക് ലഭിച്ച രക്ഷയിൽ പങ്കുചേരാനും നമുക്ക് കഴിയുകയുള്ളൂ. നമുക്ക് 9 വാക്യം തുടരാം. ചിലർ താമസമെന്ന് വിചാരിക്കുന്നതുപോലെ കർത്താവ് തന്റെ വാഗ്ദത്തം നിവർത്തിപ്പാൻ താമസിക്കുന്നില്ല. ആരും നശിച്ചു പോകാതെ എല്ലാവരും മാനസാന്തരപ്പെടുവാൻ അവൻ ഇച്ഛിച്ചു നിങ്ങളോട് ദീർഘക്ഷമ കാണിക്കുന്നതേയുള്ളൂ. അവിടുന്ന് ആഗ്രഹിക്കുന്ന ശരിയായ വിശ്വാസത്തിൽ നാം ഉറച്ചു നിൽക്കാനും ലോകത്തെ ജയിക്കാനും നമ്മുടെ ബലഹീനതകളെ കീഴടക്കാനും സാത്താന്റെ പരീക്ഷണങ്ങളിലും വഞ്ചനകളിലും എപ്പോഴും വിജയിക്കാനും അവിടുന്ന് കാത്തിരിക്കുന്നു. വാക്യം 10. കർത്താവിന്റെ ദിവസമോ കള്ളനെ പോലെ വരും. അന്ന് ആകാശം കൊടുമുഴക്കത്തോടെ ഒഴിഞ്ഞുപോകും, മൂലപദാർത്ഥങ്ങൾ കത്തിയഴികയും ഭൂമിയും അതിലുള്ള പണികളും വെന്തുപോകുകയും ചെയ്യും. ഇങ്ങനെ ഇവയൊക്കെയും അഴിവാനുള്ളതായിരിക്കയാൽ ഇവിടെ കാണുന്നതുപോലെ ഏതുതരം ജീവിതത്തിനാണ് ദൈവം ഊന്നൽ നൽകുന്നത്? നിങ്ങൾ എത്ര വിശുദ്ധ ജീവനവും ഭക്തിയുമുള്ളവരായിരിക്കണം. നോഹയുടെയും സോദോം ഗൊമോറയുടെയും കാലത്ത് സംഭവിച്ചതെന്തെന്ന് ബൈബിളിലെ ഈ ഭാഗങ്ങൾ കാണിക്കുന്നു. ജനം വിശുദ്ധ ജീവിതത്തിൽ മരവിച്ചവരാകുകയും ദൈവഭക്തിയിൽ നിന്ന് അകലുകയും ചെയ്തപ്പോൾ ദൈവം ന്യായവിധിയിലൂടെ അവരെ നിരന്തരം ശിക്ഷിച്ചു. വാക്യം 11. ആകാശം ചുട്ടഴിവാനും മൂലപദാർത്ഥങ്ങൾ വെന്തുരുകുവാനുമുള്ള ദൈവദിവസത്തിന്റെ വരവു കാത്തിരുന്നും ബദ്ധപ്പെടുത്തിയും കൊണ്ട്. എന്നാൽ നാം അവന്റെ വാഗ്ദത്തപ്രകാരം നീതി വസിക്കുന്ന പുതിയ ആകാശത്തിനും പുതിയ ഭൂമിക്കുമായിട്ട് കാത്തിരിക്കുന്നു. എല്ലാവരും ഇങ്ങനെയൊരു രംഗം നിങ്ങൾക്ക് സങ്കല്പിക്കാൻ പോലും കഴിയുമോ? മൂലകങ്ങൾ എങ്ങനെ ഉരുകും എന്ന് നിങ്ങൾ ചിന്തിച്ചേക്കാം. ആകാശം തീയാൽ എങ്ങനെ നശിക്കും? ദൈവം നോഹയോട് പെട്ടകം നിർമ്മിക്കാനും അതിൽ പ്രവേശിക്കാനും കൽപ്പിച്ചപ്പോഴും ഈ ഭൂമിയെ മുഴുവൻ മൂടാൻ തക്കവണ്ണം വെള്ളം എവിടെ നിന്ന് വരും എന്ന് ആളുകൾ അത്ഭുതപ്പെട്ടു. സങ്കൽപ്പിക്കാനാവാത്ത ഒരു രംഗമാണത്. എങ്കിലും അത് അവിടത്തെ വചനമായതുകൊണ്ട് നോഹ വിശ്വസിക്കുകയും കൽപ്പിക്കപ്പെട്ടതുപോലെ സകലവും ചെയ്യുകയും ചെയ്തു. അതുപോലെ ദൈവം ലോകത്തെ മുഴുവൻ തീ കൊണ്ട് വിധിക്കുമെന്ന് നാം വിശ്വസിക്കുകയും അവിടുന്ന് കൽപ്പിച്ചതുപോലെ സിയോനിൽ പ്രവേശിക്കുകയും വേണം. ഈ ലോകത്തിന് അനുരൂപരാകരുത്. ഈ തലമുറയുടെ വഴികൾ പഠിക്കുകയും അരുത്. ഈ ഉപദേശങ്ങളനുസരിച്ച് നമ്മുടെ വിശ്വാസയാത്ര ദൈവഭക്തിയിലും വിശുദ്ധിയിലുമായിരിക്കണമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമുക്ക് 13 വാക്യം നോക്കാം. എന്നാൽ നാം അവന്റെ വാഗ്ദത്തപ്രകാരം നീതി വസിക്കുന്ന പുതിയ ആകാശത്തിനും പുതിയ ഭൂമിക്കുമായിട്ട് കാത്തിരിക്കുന്നു. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നിങ്ങൾ ഇവയ്ക്കായി കാത്തിരിക്കിയാൽ അവൻ നിങ്ങളെ കറയും കളങ്കവുമില്ലാത്തവരായി സമാധാനത്തോടെ കാൺമാൻ ഉത്സാഹിച്ചുകൊണ്ട്. അപ്പോൾ ഈ വേലയിൽ നാം കൂടുതൽ പ്രയത്നിക്കുകയും അധ്വാനിക്കുകയും ചെയ്യേണ്ടതല്ലേ? യുഗാന്ത്യത്തിൽ തീ കൊണ്ട് വിധിക്കുന്നതിന് മുമ്പ് ലോകത്തിലെല്ലാവർക്കും ഈ സുവാർത്ത വേഗത്തിൽ പ്രഘോഷിക്കാൻ ദൈവം നമ്മോട് കൽപ്പിച്ചിരിക്കുന്നു. ആ സമയം നിശ്ചയമായും വരുന്നതുകൊണ്ട് ഇതാണ് നാം പങ്കുവെക്കേണ്ട സുവാർത്ത. നമുക്ക് മത്തായി അധ്യായം 28 വാക്യം 18 തിരിയാം. മത്തായി അധ്യായം 28 വാക്യം 18. യേശു അടുത്തു ചെന്നു, സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്കു നൽകപ്പെട്ടിരിക്കുന്നു. ആകയാൽ നിങ്ങൾ പുറപ്പെട്ട് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിച്ചും ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്കവണ്ണം ഉപദേശിച്ചും കൊണ്ട് സകല ജാതികളെയും ശിഷ്യരാക്കിക്കൊള്ളുവിൻ. ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെയുണ്ട് എന്ന് അരുളിച്ചെയ്തു. ഞാൻ നിങ്ങളോട് കൽപ്പിച്ച സകലവും സംബന്ധിച്ച് നാം എന്തു ചെയ്യണം? അവയെ അനുസരിക്കാനാണ് കൽപ്പന. സകല ജാതികളോടും പോയി ഇത് പ്രഘോഷിക്കാൻ അവിടുന്ന് കൽപ്പിച്ചു.
നോഹയുടെ കാലത്ത് വെള്ളത്താൽ ലോകത്തെ വിധിക്കുന്നതിനു മുമ്പ് ദൈവം സകല ജീവജാലങ്ങൾക്കും ഒരവസരം നൽകി. എന്നാൽ ജനം ധിക്കാരപരമായ ജീവിതം നയിച്ചതിനാൽ ദൈവവചനത്തെ പരിഹസിക്കുകയും നിന്ദിക്കുകയും ചെയ്തു. ഹിസ്കിയാവിന്റെ കാലത്തും അവർ ദൈവവചനത്തെ പരിഹസിച്ചു. ഈ കാലഘട്ടത്തിലും അവർ അവിടുത്തെ വചനത്തെ പരിഹസിക്കുകയും നിന്ദിക്കുകയും ചെയ്യുന്നു. അവിടുന്ന് നൽകുന്ന നിർദ്ദേശങ്ങളോ മാർഗനിർദ്ദേശങ്ങളോ ശ്രദ്ധിക്കാൻ അവർ കൂട്ടാക്കുന്നില്ല. എന്നാൽ മരണം പടിവാതിൽക്കലെത്തുമ്പോൾ ഒടുവിൽ ബോധം വന്ന് ഞാൻ പെട്ടകത്തിലെത്തണം എന്ന് ചിന്തിച്ചാൽ അവർക്ക് പോകാൻ സാധിക്കുമോ? അത് അസാധ്യമാണ്. ഈ സന്ദേശം കേട്ടിട്ടില്ലാത്തവരോട് സുവിശേഷം പ്രസംഗിക്കാനുള്ള മനസ്സോടെ അനേകം സിയോൺ കുടുംബാംഗങ്ങൾ വിദേശത്തേക്ക് പോകുന്നത് ഇതുകൊണ്ടല്ലേ? ദൈവം ലോകത്തെ തീ കൊണ്ട് വിധിക്കുമ്പോൾ അവിടുന്ന് നമ്മെ വിടുവിക്കും എന്ന വാഗ്ദാന വചനം വായിക്കാൻ നമുക്ക് യെശയ്യാവ് അധ്യായം 43 തുറക്കാം. ഇത്തരം സന്ദേശം വിലയേറിയതും അനുഗ്രഹീതവുമാണ്. യെശയ്യാവ് അധ്യായം 43 വാക്യം 1 ശ്രദ്ധിക്കാം. ഇപ്പോഴോ യാക്കോബേ, നിന്നെ സൃഷ്ടിച്ചവനും ഇസ്രായേലേ, നിന്നെ നിർമ്മിച്ചവനുമായ യഹോവ ഇപ്രകാരം അരുളിച്ചെയ്യുന്നു: ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ വീണ്ടെടുത്തിരിക്കുന്നു, ഞാൻ നിന്നെ പേർ ചൊല്ലി വിളിച്ചിരിക്കുന്നു, നീ എനിക്കുള്ളവൻ തന്നെ. നീ വെള്ളത്തിൽ കൂടി കടക്കുമ്പോൾ ഞാൻ നിന്നോടുകൂടിയിരിക്കും, നീ നദികളിൽ കൂടി കടക്കുമ്പോൾ അവ നിന്റെ മീതെ കവികയില്ല. നീ തീയിൽ കൂടി നടന്നാൽ വെന്തുപോകയില്ല, അഗ്നിജ്വാല നിന്നെ ദഹിപ്പിക്കുകയുമില്ല. നിന്റെ ദൈവവും ഇസ്രായേലിന്റെ പരിശുദ്ധനുമായ യഹോവ എന്ന ഞാൻ, നിന്റെ രക്ഷകൻ, നിന്റെ മറുവിലയായി ഞാൻ മിസ്രയീമിനെയും നിനക്ക് പകരമായി കൂശിനെയും സെബയെയും കൊടുത്തിരിക്കുന്നു. നീ എനിക്ക് വിലയേറിയവനും മാന്യനുമായി ഞാൻ നിനക്ക് പകരം മനുഷ്യരെയും നിന്റെ ജീവനു പകരം ജാതികളെയും കൊടുക്കുന്നു. ഭയപ്പെടേണ്ട, ഞാൻ നിന്നോടുകൂടെയുണ്ട്. ഇന്നും അവിടുന്ന് ഈ സന്ദേശം നമുക്കെത്തിച്ചു തരുന്നു. വെള്ളത്തിലും തീയിലും അവിടുന്ന് എന്തു ചെയ്യുമെന്നാണ് പറയുന്നത്. അവിടുന്ന് കൂടെയുണ്ടാകുമെന്നും വിടുവിക്കുമെന്നും വാഗ്ദാനം ചെയ്തു. നമുക്ക് സങ്കീർത്തനം അധ്യായം 91 വാക്യം 7 തിരിയാം. നിന്റെ വശത്ത് 1000 പേരും നിന്റെ വലത്തുവശത്ത് 10,000 പേരും വീഴും, എങ്കിലും അതു നിന്നോട് അടുത്തുവരികയില്ല. നിന്റെ കണ്ണുകൊണ്ട് തന്നെ നീ നോക്കി ദുഷ്ടന്മാർക്ക് വരുന്ന പ്രതിഫലം കാണും. യഹോവേ, നീ എന്റെ സങ്കേതമാകുന്നു, നീ അത്യുന്നതനെ നിന്റെ വാസസ്ഥലമാക്കിയിരിക്കുന്നു. ഒരു അനർത്ഥവും നിനക്ക് ഭവിക്കയില്ല, ഒരു ബാധയും നിന്റെ കൂടാരത്തിന് അടുക്കിയില്ല. വിപത്ത് അടുത്തുവരാതെ ദൈവം കാക്കുമെന്ന വാഗ്ദാനമില്ലേ? സിയോൺ മക്കളെ അവിടുന്ന് എങ്ങനെ സംരക്ഷിക്കുമെന്ന് പ്രഖ്യാപിച്ചത് നമുക്ക് പരിശോധിക്കാം. ജലത്താലുള്ള ന്യായവിധിയും തീയാലുള്ള ന്യായവിധിയും മനുഷ്യരാശി മുമ്പ് കണ്ടിട്ടില്ലാത്തവയാണ്. എന്നിരുന്നാലും ഈ സംഭവങ്ങൾ വചനപ്രകാരം തന്നെ നടപ്പിലാക്കപ്പെടുന്നതിനാൽ നാം ഒരുങ്ങി തയ്യാറാകണമെന്ന് കൽപ്പിച്ചിരിക്കുന്നു. ജലത്തിൽ നിന്നും തീയിൽ നിന്നും അവിടുന്ന് നമ്മെ വിടുവിക്കുമെന്ന വാഗ്ദാനത്തിനായി നമുക്ക് പുറപ്പാട് അധ്യായം 12 നോക്കാം. പുറപ്പാട് അധ്യായം 12 വാക്യം 11 നോക്കാം. അരകെട്ടിയും കാലിനു ചെരുപ്പിട്ടും കയ്യിൽ വടി പിടിച്ചും കൊണ്ട് നിങ്ങൾ തിന്നേണം. തിടുക്കത്തോടെ നിങ്ങൾ തിന്നേണം, അത് യഹോവയുടെ പെസഹ ആകുന്നു. വാക്യം 12. ഈ രാത്രിയിൽ ഞാൻ മിസ്രയീം ദേശത്തുകൂടെ കടന്ന് മിസ്രയീം ദേശത്തുള്ള മനുഷ്യന്റെയും മൃഗത്തിന്റെയും കടിഞ്ഞൂലിനെയൊക്കെയും സംഹരിക്കും. മിസ്രയീമിലെ സകല ദേവന്മാരിലും ഞാൻ ന്യായവിധി നടത്തും. ഞാൻ യഹോവയാകുന്നു. നിങ്ങൾ പാർക്കുന്ന വീടുകളിന്മേൽ രക്തം അടയാളമായിരിക്കും. ഞാൻ രക്തം കാണുമ്പോൾ
കുഞ്ഞാടിന്റെ രക്തം വാതിലിന്റെ കട്ടിളക്കാലിന്മേലും മേൽപ്പടിമേലും പുരട്ടാൻ ദൈവം കൽപ്പിച്ചു. അവൻ രക്തം കാണുമ്പോൾ എന്തു ചെയ്യും? നിങ്ങളെ ഒഴിഞ്ഞു കടന്നുപോകും. ഞാൻ മിസ്രയീം ദേശത്തെ ബാധിക്കുന്ന ബാധ നിങ്ങൾക്ക് നാശഹേതുവായി തീരുകയില്ല. ഈ വാഗ്ദാനം ഏകദേശം 3500 വർഷം മുമ്പ് മിസ്രയീം ദേശത്ത് മാത്രം നിവൃത്തിയേറിയ ഒന്നല്ല. വാക്യം 14 ദൈവം എന്തു പറയുന്നു? ഈ ദിവസം നിങ്ങൾക്ക് ഓർമ്മനാളായിരിക്കണം. ഈ ദിവസം എന്താണ്? അത് പെസഹയാണ്. നിങ്ങൾ അത് യഹോവയ്ക്ക് ഉത്സവമായി ആചരിക്കണം. തലമുറ തലമുറയായും നിത്യനിയമമായും നിങ്ങൾ ആചരിക്കണം. അതുകൊണ്ട് ദൈവത്തിന്റെ വാഗ്ദാനത്തിന്റെ ഉറപ്പു തന്നെയാണ് പെസഹ. ജലത്താലോ തീയാലോ ന്യായവിധി വന്നാലും ഏത് സാഹചര്യത്തിലും സിയോനിലെ മക്കളെ അവിടുന്ന് സംരക്ഷിക്കുമെന്ന മഹത്തായ വാഗ്ദാനം പെസഹയിലുണ്ട്. അതിനാൽ നിങ്ങൾ വിദേശത്ത് പോകുമ്പോൾ പെസഹയുടെ ചരിത്രം വിശദമായി പഠിപ്പിക്കുകയും നാം എന്തുകൊണ്ടത് ആചരിക്കണമെന്ന കാരണം പൂർണ്ണമായി വിശദീകരിക്കുകയും ചെയ്യണം. നോഹ കാണാത്തവയ്ക്കായി ഒരുങ്ങിയതുപോലെ നാമും കാണാത്തവയ്ക്കായി ഒരുങ്ങുവാൻ അവിടുന്ന് നമുക്ക് പെസഹ നൽകിയിരിക്കുന്നു. അവിടുത്തെ ഉത്സവങ്ങൾ ആചരിക്കുന്ന സിയോനിലേക്ക് സകല മനുഷ്യർക്കും മടങ്ങി വരാനുള്ള വഴി അവിടുന്ന് ഒരുക്കുകയാണ്. പുറപ്പാട് പുസ്തകം 12-ാം അധ്യായത്തിൽ അവൻ വാഗ്ദാനം ചെയ്യുന്നു, ഞാൻ നിങ്ങളെ ഒഴിഞ്ഞുകടന്നുപോകും, ബാധ നിങ്ങൾക്ക് നാശഹേതുവായി തീരുകയില്ല. ഇപ്പോ എന്തിലൂടെയാണ് അവിടുന്ന് ഈ വാഗ്ദാനം നൽകുന്നത്? പെസഹയിലൂടെ അവിടുന്ന് നമുക്ക് നൽകുന്ന വാഗ്ദാനം ഇതല്ലേ? അതുകൊണ്ടാണ് സങ്കീർത്തനം 91 നിന്റെ വശത്ത് 1000 പേരും നിന്റെ വലത്തുവശത്ത് 10,000 പേരും വീഴും എങ്കിലും എന്ന് എഴുതിയിരിക്കുന്നത്. എന്ത് സംഭവിക്കുമെന്നാണ് ബൈബിൾ പറയുന്നത്? അത് നിന്നോടടുത്തു വരികയില്ല എന്ന വാഗ്ദാനം. ഈ വചനം ആർക്കാണ് ബാധകമാകുന്നത്? ഈ വാഗ്ദാനം ലഭിക്കാൻ അവർ എന്തു പാലിക്കണം? പെസഹ ആചരിക്കുന്നവർക്ക് അവിടുന്ന് നൽകിയ വാഗ്ദാനമാണിത്. ഇന്ന് ദൈവത്തിന്റെ ഈ സത്യവചനങ്ങൾ നമ്മുടെ ഹൃദയങ്ങളിൽ ആഴത്തിൽ പതിപ്പിക്കുമ്പോൾ അവിടുന്ന് ലോകത്തെ തീയാൽ വിധിക്കുന്ന ദിവസത്തെക്കുറിച്ച് ചില കാര്യങ്ങൾ കൂടി ബൈബിളിൽ നിന്ന് നമുക്ക് ഉറപ്പിക്കാം. നമുക്ക് യിരെമ്യാവ് അധ്യായം 4 വാക്യം 9 നോക്കാം. യിരെമ്യാവ് അധ്യായം 4 വാക്യം 9 ഇപ്രകാരം എഴുതിയിരിക്കുന്നു: അന്നാളിൽ രാജാവിന്റെ ധൈര്യവും പ്രഭുക്കന്മാരുടെ ധൈര്യവും ക്ഷയിക്കും. ആ രംഗം അത്ര ഭയാനകവും ഞെട്ടിക്കുന്നതുമായതുകൊണ്ടാണ് അവർക്ക് ധൈര്യം ക്ഷയിക്കുന്നതെന്ന് ബൈബിൾ പറയുന്നു. പുരോഹിതന്മാർ ഭ്രമിച്ചും പ്രവാചകന്മാർ സ്തംഭിച്ചും പോകും എന്ന് യഹോവയുടെ അരുളപ്പാട്. തീ കൊണ്ടുള്ള ന്യായവിധിയുടെ ശേഷിക്കുന്ന സമയം ഇതുപോലുള്ള രംഗങ്ങളാൽ നിറയും. ഇനി നമുക്ക് യിരെമ്യാവ് അധ്യായം 5 വാക്യം 1 തിരിയാം. യിരെമ്യാവ് അധ്യായം 5 വാക്യം 1: ന്യായം പ്രവർത്തിക്കുകയും വിശ്വസ്തത കാണിക്കുകയും ചെയ്യുന്നവനുണ്ടോ? ഒരുത്തനെ കാണുമോ എന്ന് യെരൂശലേമിന്റെ വീഥികളിൽ ചുറ്റി നടന്ന് അന്വേഷിക്കുകയും അതിന്റെ വിശാല സ്ഥലങ്ങളിൽ തിരഞ്ഞ് അറിയുകയും ചെയ്യുവിൻ. കണ്ടുവെങ്കിൽ ഞാൻ അതിനോട് ക്ഷമിക്കും. ഈ വചനം നാം മുൻപ് എവിടെയോ കേട്ടതുപോലെ തോന്നുന്നില്ലേ? ബൈബിളിൽ മറ്റെവിടെയാണ് നാം ഇത്തരം വചനങ്ങൾ കാണുന്നത്? സൊദോമിന്റെയും ഗൊമോറയുടെയും നാശത്തിനു മുമ്പ് ദുഷ്ടന്മാരോടൊപ്പം നീതിമാന്മാരെയും അങ്ങ് നശിപ്പിക്കുമോ എന്ന് അബ്രഹാം ദൈവത്തോട് യാചിച്ചു. നഗരങ്ങളെ രക്ഷിക്കാൻ ആവശ്യമായ നീതിമാന്മാരുടെ എണ്ണം കുറച്ചുകൊണ്ടുവന്നു. എന്നിരുന്നാലും ഒടുവിൽ സൊദോമിലും ഗൊമോറയിലും കുറച്ച് നീതിമാന്മാർ പോലും ഇല്ലാതിരുന്നതിനാൽ അവിടുന്ന് തീ കൊണ്ട് അന്തിമ ന്യായവിധി നടപ്പിലാക്കി. ഇവിടെയും ദൈവം പറയുന്നു, ഒരുത്തനെ കണ്ടു എങ്കിൽ ഞാൻ അതിനോട് ക്ഷമിക്കും. ലോകം കൂടുതൽ ദുഷ്ടമായി തീരുകയും ദൈവിക നീതിയിൽ നിന്ന് അകലുകയും ആത്മീയമായി കഠിനപ്പെടുകയും ചെയ്യുന്നു. ആരെങ്കിലും ഇങ്ങനെ പറഞ്ഞേക്കാം, ദൈവസഭ ബൈബിൾ മാത്രം പിന്തുടരുന്നത് അമിതമായ കാർക്കശ്യമല്ലേ? ഇത്രയും ഞെരുക്കമുള്ള ഒരു ജീവിതം എങ്ങനെ സാധ്യമാകും? ദൈവവചനം അനുസരിച്ച് ജീവിക്കുന്നത് ഒരിക്കലും ഞെരുക്കമുള്ള ഒരു കാര്യമല്ല. അതാണ് ഏറ്റവും സുരക്ഷിതവും അനുഗ്രഹീതവും സുനിശ്ചിതവുമായ പാത. അതിനാൽ അങ്ങനെയൊരു ജീവിതം നയിക്കാൻ കഴിയുന്നവരായി നാം മാറണം.
സമയം കിട്ടുമ്പോൾ 2 പത്രോസ് അധ്യായം 3, മലാഖി അധ്യായം 4, സെഫന്യാവ് അധ്യായം 1 എന്നിവിടങ്ങളിൽ വിവരിച്ചിരിക്കുന്ന രംഗങ്ങൾ കൂടി പരിശോധിക്കുക. നമുക്ക് യെശയ്യാവ് അധ്യായം 24 വാക്യം 1 തിരിയാം. യെശയ്യാവ് 24 അധ്യായം 1 വാക്യം. യഹോവ ഭൂമിയെ നിർജ്ജനവും ശൂന്യവും ആക്കി കീഴ്മേൽ മറിക്കയും. അവിടുന്ന് ഭൂമിയെ നശിപ്പിക്കും എന്ന പ്രയോഗം അവിടുത്തെ കോപം എത്ര വലുതാണെന്ന് കാണിക്കുന്നു. വേദപുസ്തകപരമായി ഇത് ലഘൂകരിച്ചൊരു പ്രയോഗമാണെങ്കിലും ദൈവത്തിന്റെ വിശുദ്ധ കോപത്തിന്റെ തീവ്രത നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ദൈവം ഭൂമിയെ വെറുതെ വിടുകയില്ല. അതിന്റെ ദുഷ്ടത ആകാശത്തോളം എത്തിയതുകൊണ്ട് അവിടുന്ന് അതിനെ ശൂന്യമാക്കി നശിപ്പിക്കും എന്നു പറഞ്ഞിരിക്കുന്നു. യഹോവ ഭൂമിയെ നിർജ്ജനവും ശൂന്യവുമാക്കി കീഴ്മേൽ മറിക്കയും അതിലെ നിവാസികളെ ചിതറിക്കയും ചെയ്യും. ജനത്തിനും പുരോഹിതനും ദാസനും യജമാനനും ദാസിക്കും യജമാനത്തിക്കും കൊള്ളുന്നവനും വിൽക്കുന്നവനും കടം കൊടുക്കുന്നവനും കടം വാങ്ങുന്നവനും പലിശ വാങ്ങുന്നവനും പലിശ കൊടുക്കുന്നവനും ഒരുപോലെ ഭവിക്കും. ഭൂമി അശേഷം നിർജ്ജനമായും കവർച്ചയായും പോകും. യഹോവയല്ലോ ഈ വചനം അരുളി ചെയ്തിരിക്കുന്നത്. ഭൂമി ദുഃഖിച്ചു വാടിപ്പോകുന്നു, ഭൂതലം ക്ഷയിച്ചു വാടിപ്പോകുന്നു, ഭൂമിയിലെ ഉന്നതന്മാർ ക്ഷീണിച്ചു പോകുന്നു. ഭൂമി അതിലെ നിവാസികളാൽ മലിനമായിരിക്കുന്നു. അവർ പ്രമാണങ്ങളെ ലംഘിച്ചു, ചട്ടത്തെ മറിച്ചു, നിത്യനിയമത്തിനു ഭംഗം വരുത്തിയിരിക്കുന്നു. അതുകൊണ്ട് ഭൂമി ശാപഗ്രസ്തമായി, അതിൽ പാർക്കുന്നവർ ശിക്ഷ അനുഭവിക്കുന്നു. അതുകൊണ്ട് ഭൂവാസികൾ ദഹിച്ചുപോയി, ചുരുക്കം പേർ മാത്രം ശേഷിച്ചിരിക്കുന്നു. പുതുവീഞ്ഞു ദുഃഖിക്കുന്നു, മുന്തിരിവള്ളി വാടുന്നു, സന്തുഷ്ട മാനസന്മാരൊക്കെയും നെടുവീർപ്പിടുന്നു. തപ്പുകളുടെ ആനന്ദം നിന്നുപോകുന്നു, ഉല്ലസിക്കുന്നവരുടെ ഘോഷം തീർന്നുപോകുന്നു, കിന്നരത്തിന്റെ ആനന്ദം ഇല്ലാതെയാകുന്നു. അവർ പാട്ടുപാടിക്കൊണ്ട് വീഞ്ഞു കുടിക്കയില്ല, മദ്യം കുടിക്കുന്നവർക്ക് അതു കയ്പായിരിക്കും. ശൂന്യപട്ടണം ഇടിഞ്ഞുകിടക്കുന്നു, ആർക്കും കടന്നുകൂടാതെ വണ്ണം എല്ലാ വീടും അടഞ്ഞുപോയിരിക്കുന്നു. വീഞ്ഞില്ലായ്കയാൽ വീഥികളിൽ നിലവിളി കേൾക്കുന്നു, സന്തോഷമൊക്കെ ഇരുണ്ടിരിക്കുന്നു, ദേശത്തിലെ ആനന്ദം പൊയ്പോയിരിക്കുന്നു. പട്ടണത്തിൽ ശൂന്യത മാത്രം ശേഷിച്ചിരിക്കുന്നു, വാതിൽ തകർന്ന് നാശമായി കിടക്കുന്നു. ഒലിവുതല്ലും പോലെയും മുന്തിരിപ്പഴം പറിച്ചു തീർന്നിട്ട് കാലാ പെറുക്കും പോലെയും ഭൂമിയുടെ മധ്യേ ജാതികളുടെ ഇടയിൽ സംഭവിക്കുന്നു. എല്ലാവരും ഇങ്ങനെയുള്ള സാഹചര്യവും അന്തരീക്ഷവും ഒന്ന് ഭാവനയിൽ കണ്ടുനോക്കൂ. ഇതിനെല്ലാം മധ്യേ സിയോനിൽ പെസഹ ആചരിക്കുന്നവരിൽ നിന്ന് ബാധകൾ ഒഴിഞ്ഞുപോകുവാൻ ദൈവം ഇടയാക്കും എന്ന വാർത്ത, അവിടുന്ന് അവരെ വീണ്ടെടുത്ത് സ്വർഗരാജ്യത്തിലേക്ക് നയിക്കും എന്ന വാർത്ത, പ്രിയമുള്ളവരെ, ഇത് ഏറ്റവും മനോഹരവും അത്ഭുതകരവുമായ വാർത്തയല്ലേ? നമ്മുടെ അയൽക്കാരോടും കുടുംബത്തോടും ബന്ധുക്കളോടും നമുക്കു ചുറ്റുമുള്ള എല്ലാവരോടും നാം പങ്കുവെക്കേണ്ട വാർത്തയാണിത്. നാം ലോകത്തിന് ദോഷകരമായതൊന്നും നൽകുന്നില്ല. നാം മനുഷ്യരാശിക്ക് ഏറ്റവും വലിയ പ്രയോജനമാണ് നൽകുന്നത്. നല്ലതൊന്ന് നൽകുമ്പോൾ നാം മടിക്കുകയോ ഭയപ്പെടുകയോ ചെയ്യാറുണ്ടോ? ഞാനൊരു കാര്യം പങ്കുവെക്കട്ടെ, നിങ്ങൾക്കിത് തീർച്ചയായും ഇഷ്ടപ്പെടും, നിങ്ങളത് തിരിച്ചറിയുന്നില്ലെന്ന് മാത്രം എന്ന് നാം പറയും. നമ്മുടെ കുട്ടിയുടെയോ മാതാപിതാക്കളുടെയോ ജന്മദിനത്തിന് ഒരു സമ്മാനം തയ്യാറാക്കുമ്പോൾ, ഇത് തുറക്കുമ്പോൾ അവർ വളരെ സന്തോഷിക്കും എന്ന ചിന്തയോടെയല്ലേ നാം അത് നൽകുന്നത്? അതെ, ഹൃദയത്തോടെ ഈ സമ്മാനങ്ങൾ ഓരോന്നായി പങ്കുവെച്ച് നാം സുവിശേഷം പ്രസംഗിക്കണം. നാം നൽകുന്ന സന്ദേശം സന്തോഷത്തിൻ്റെതായതുകൊണ്ടാണ് സന്തോഷവാർത്ത എന്നർത്ഥമുള്ള സുവിശേഷം എന്ന് ബൈബിളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. നമുക്കത് വ്യാപകമായി പ്രഘോഷിക്കാം. ദൈവഹിതം പ്രഘോഷിക്കുന്നവരായിരിക്കണം നാം. നോഹയുടെ കാലത്ത് ലോകം വെള്ളത്താൽ വിധിക്കപ്പെട്ടതുപോലെ അന്ത്യകാലത്തും അവിടുന്ന് തീർച്ചയായും ന്യായവിധി കൊണ്ടുവരും. എന്നാൽ ഇത് ഭയാനകവും വിസ്മയകരവുമായ സംഭവങ്ങളെക്കുറിച്ച് മാത്രമല്ല, ദൈവത്തിന്റെ രക്ഷയുടെ വാഗ്ദാനവും കൂടെയുണ്ട്. അതിനാൽ എല്ലാ ആത്മാക്കളെയും പെസഹയാകുന്ന ജീവന്റെ സത്യത്തിലേക്ക് നമുക്ക് നയിക്കാം. അതെ, ഹൃദയത്തോടെ എല്ലാവരോടും നമുക്ക് പറയാം, ഈ അവസരം നഷ്ടപ്പെടുത്തരുത്, അത് ഉറപ്പായും പ്രയോജനപ്പെടുത്തുക.
ഇത് അവസാനത്തേതും സവിശേഷവുമായ ഒരവസരമാണ്. അതിനാൽ ജീവന്റെ ഉത്സവമായ പെസഹയിൽ എല്ലാവരും പങ്കുചേരുവിൻ. ദൈവത്തിന്റെ അനുഗ്രഹവും കൃപയും സ്വീകരിക്കുവിൻ. ഈ ഹൃദയത്തോടെ നാം തീർച്ചയായും ലോകത്തിലെ എല്ലാ ജനങ്ങളോടും പുതിയ നിയമത്തിന്റെ വിലയേറിയ സുവിശേഷം പ്രസംഗിക്കണം. ഈ 2 ന്യായവിധികളും തീർച്ചയായും നിറവേറുമെന്ന് ദൈവം അരുളിച്ചെയ്തു. ലോകത്തിലെ ആളുകൾ അശ്രദ്ധമായി പെരുമാറുന്നതുകൊണ്ട് നാമും അവരോടൊപ്പം ഒഴുകിപ്പോകരുത്. മറിച്ച് ദൈവത്തിന്റെ ഉപദേശത്തിൽ ഇത് വിശുദ്ധമല്ല, ഇത് ദൈവീകമല്ല എന്ന് അവിടുന്ന് അരുളിച്ചെയ്താൽ നാം അവയെ വർജിക്കണം. ദൈവോപദേശം പഠിക്കുകയും അനുസരിക്കുകയും ചെയ്യുന്ന സിയോനിലെ ജനങ്ങളല്ലേ നാം? അപ്പോൾ നാം ചോദിക്കണം, സിയോനിലെ ഉപദേശങ്ങൾ എന്തെല്ലാമാണ്? ഈ യുഗത്തിൽ ദൈവം നമ്മെ എങ്ങനെ നയിക്കുന്നു എന്നും നാം ചോദിക്കണം. നാം അവിടുത്തെ മാർഗനിർദ്ദേശം എപ്പോഴും ശ്രദ്ധിക്കുകയും അത് അനുസരിക്കാൻ അറിയുകയും ചെയ്യുന്ന ദൈവജനമായി തീർന്നാൽ ദുഷ്ടതയും വ്യഭിചാരവുമുള്ള ഈ തലമുറയിലും ദൈവം അവിടുത്തെ ജനത്തെ നിത്യസ്വർഗരാജ്യത്തിലേക്ക് സുരക്ഷിതമായി നയിക്കുമെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. അതുകൊണ്ട് നാം ചോദിക്കണം, നോഹയുടെ കാലത്തും സൊദോം ഗൊമോറയുടെ കാലത്തും ജനം വിധിക്കപ്പെട്ടത് എന്തുകൊണ്ട്? ഈ അന്ത്യകാലം ദൈവത്തിന്റെ ന്യായവിധി നേരിടുന്നതെന്തുകൊണ്ട്? ഇത് ഒരിക്കലും മറക്കരുത്. അത്തരം സ്ഥലങ്ങളിൽ ജനം എപ്പോഴും ദൈവത്തിന്റെ ഉപദേശങ്ങൾക്ക് വിരുദ്ധമായി സകലവും ചെയ്തു. 2 ന്യായവിധികളും പെസഹയും എന്നതിലൂടെ ഇന്ന് ദൈവം നമുക്ക് നൽകുന്ന പാഠം ഇതാണ്: നോഹയുടെ കാലത്തെ ജനങ്ങളെ ഒരുക്കിയതുപോലെ ഈ യുഗത്തിനായി നമ്മെ ഒരുക്കുകയെന്നത് അവിടത്തെ ഹിതമാണ്. നിങ്ങളെല്ലാവരും ഇത് ഹൃദയത്തിൽ സംഗ്രഹിച്ച് ഈ വർഷത്തെ പെസഹയെ സന്തോഷത്തോടെ സ്വീകരിക്കുവാൻ ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. നിങ്ങൾക്ക് വലിയ കൃപ ലഭിച്ചുവെന്ന് വിശ്വസിച്ചുകൊണ്ട് ഇന്നത്തെ ഉപദേശം ഞാൻ ഉപസംഹരിക്കുന്നു. വളരെയധികം നന്ദി.